കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ടൂറിസം മേഖലയാണെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് കോഴിക്കോട് DCC ഓഫീസിൽ വെച്ചു നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്. അതിൽ തന്നെ ഗവൺമെന്റ് ഇപ്പോൾ സ്വീകരിക്കുന്ന ഒരു സമീപനം നമ്മുടെ പരമ്പരാഗതമായി കാലാകാലങ്ങളായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് കൂടാതെ കേരളത്തിൽ ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്ന സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് മലബാർ അങ്ങനെയുള്ള ഒരു മേഖലയാണ്. മലബാർ ഒന്നായി എടുത്താൽ തന്നെ ടൂറിസത്തിന് വലിയ സാധ്യതകൾ, ഇനിയും ഡെസ്റ്റിനേഷൻസ് കൂടുതലായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ് മലബാർ. ടൂറിസത്തെയും നമ്മുടെ സാംസ്കാരികമായ പ്രത്യേകതകളെയും, ഉദാഹരണത്തിന് മലബാറിലെ കാര്യം തന്നെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു 3 മാസം നീണ്ടു നിൽക്കുന്നതാണ് മലബാറിലെ തെയ്യം. അവിടെ ഓരോ തെയ്യത്തിന്റെയും പ്രത്യേക സമയങ്ങളുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ടൂറിസം കലണ്ടറിൽ തന്നെ കൃത്യമായി അത് ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ അടയാളപ്പെടുത്തിയാൽ കേരളത്തിലേക്ക് വരുന്ന ഒരു സഞ്ചാരിക്ക് ഈ സമയത്ത് മലബാറിൽ പോയാൽ തെയ്യം അനുഭവിക്കാൻ കഴിയും എന്ന് അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് വന്നു കണ്ടാൽ അവർക്ക് ഇങ്ങോട്ടുകൂടെ അത് ടൂർ പ്ലാൻ ചെയ്യാൻ പറ്റും. സരോവരം, കോഴിക്കോട് ബീച്ച്, കൊയിലാണ്ടിയിലെ കാപ്പാട് ബീച്ച്, അകലാപ്പുഴ, പേരാമ്പ്ര, കുന്നമംഗലം എന്നീ സ്ഥലങ്ങളിലെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വിലയിരുത്തുന്നുണ്ടെന്നും ജില്ലയിലെ ടൂറിസത്തിന്റെ ഉദ്യോഗസ്ഥരുമായി ഇവിടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മലബാർ മാറ്റി നിർത്തിയാൽ ഒരുപാട് ടൂറിസം സാധ്യതകൾ ഉണ്ടെന്നും എക്സ്പീരിയൻഷ്യൽ ടൂറിസം മേഖല കൂടിയാണ് മലബാർ എന്നും കൾച്ചറൽ ടൂറിസവുമായി സംയോജിപ്പിക്കുന്ന പദ്ധതികൾ ആരംഭിക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം.